24. സംഗീത 24, 24-ാം സങ്കീർത്തനം, Psalms 24. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർത്തിരിപ്പിൻ. മാതത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മാതത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മാതത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മാതത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാവുന്നു മാതത്തിന്റെ രാജാവ്. അവനാവുന്നു മാതത്തിന്റെ രാജാവ്. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വയ്ക്കാം. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം പലപ്പോഴും നമ്മൾ പല ദേവദാസന്മാരോട് വായിച്ച് അതിൽ നിന്ന് പ്രബോധിപ്പിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാനും പലപ്പോഴും ഈ സങ്കീർത്തനം വായിച്ചിട്ടുള്ളതാണ്, ഈ വചനത്തിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ദൈവം എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു നല്ല സമയം എനിക്ക് നൽകി തന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 24-ാം സങ്കീർത്തനം അതിന്റെ ഹെഡിംഗ് ഭാഗത്തിന് എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാകുന്നു ഇത്. ഈ സങ്കീർത്തനത്തിന്റെ ഇതിഹാസം ഇല്ല ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ 2 ശമൂവേൽ അതിന്റെ 6-ാം അധ്യായം 5 മുതൽ അല്ലെങ്കിൽ 1 മുതലുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സങ്കീർത്തനത്തിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാകും. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൂട്ടായ്മയുടെ ഒരു ആരാധനയ്ക്ക് വേണ്ടി പലരെയും വിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. കാരണം ഈ സങ്കീർത്തനക്കാരത്തിന്റെ സങ്കീർത്തനം എഴുതിയ രചയിതാവിന്റെ ജീവിതത്തിൽ നിയമപ്പെട്ടകം വന്നു കഴിഞ്ഞപ്പോഴാണ് താൻ ഈ സങ്കീർത്തനം രചിച്ചത്, അല്ലെങ്കിൽ താൻ ഈ സങ്കീർത്തനം പാടുന്നത്. 2 ശമൂവേലിന്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ നിയമപ്പെട്ടകം എന്നൊരു മുഖ്യ വിഷയം എടുത്തു കാണിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 1-ാം സങ്കീർത്തനങ്ങൾ 24-ന്റെ 1-2 വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ വായിക്കുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്, ഞാനും നിങ്ങളും ആരാധിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവം, യഹോവയെ ദൈവം ഈ ഭൂമണ്ഡലത്തിൽ തന്നെ രചയിച്ച, ഈ ഭൂമണ്ഡലത്തിൽ തന്നെ സൃഷ്ടിച്ച ഒരു ദൈവമാണ്. അവനെ ആരാധിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും കടന്നു വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധനയ്ക്ക് എന്തിനു വരുന്നു? ആർക്കെങ്കിലും വേണ്ടിയാണോ അതോ സ്വന്തം ജീവിതത്തിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാകുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് യഹോവയുടെ പർവ്വതത്തിൽ കയറുക? യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നവൻ ആരാണ്? അത് ചോദിച്ചതിന് ശേഷം 4-ാം വചനത്തിൽ അതിന്റെ ഉത്തരവ് നൽകി തന്നിരിക്കുന്നു. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ദാവീദ് തന്റെ സൈന്യവും നിയമപ്പെട്ടകം തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില കാരണങ്ങളാൽ ദാവീദ് ആ നിയമപ്പെട്ടകത്തെ ഒബേദെദോമിന്റെ വീട്ടിൽ വെക്കുവാനായിട്ടിടയായി. താനൊന്ന് മടിച്ചു ഈ നിയമപ്പെട്ടകത്തെ കൊണ്ടുവരാനായിട്ട്. കാരണം ഈ നിയമപ്പെട്ടകത്തെ തൊടുവാനായിട്ട്, ഈ നിയമപ്പെട്ടകത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിട്ട് വിശുദ്ധിയും നീതിയുമുള്ള ജീവനാണ് വേണ്ടത്. അതില്ലാണ്ട് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ വന്നത് എന്താണ് എന്ന് ഉസയുടെ ജീവിതത്തിൽ നടന്നത് ദാവീദിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം താൻ അറിഞ്ഞത് ആ നിയമപ്പെട്ടവൻ വെച്ചിരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ദാവീദിന് തോന്നിയത്, ഈ നിയമപ്പെട്ടവൻ എനിക്കും വേണം. ഈ നിയമപ്പെട്ടവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ എന്റെയും ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാനുള്ള വഴിയാണ് ഈ നിയമപ്പെട്ടവൻ എന്ന് ദാവീദ് മനസ്സിലാക്കിയ ശേഷമാണ് ദാവീദും കൂട്ടരും തിരികെ ചെന്നുകൊണ്ട് നിയമപ്പെട്ടകം അവിടുന്ന് അതിന്റെ വിശുദ്ധിയോടെ അതിനെ പ്രാപിക്കുവാൻ, അതിനെ തൊടുവാനുള്ള വിശുദ്ധിയോടെ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഒരു മന്ദിരത്തിൽ നടന്ന ഒരു ആരാധന രീതി, അല്ലെങ്കിൽ ഒരു വർഷിപ്പ് ആയിട്ട് നമുക്ക് 24-ാം സങ്കീർത്തനം കാണുവാൻ സാധിക്കും. ഞാൻ നീട്ടുന്നില്ല, അതിന്റെ ലാസ്റ്റ് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. നീതിയും വിശുദ്ധിയും ഉള്ളവൻ യഹോവയുടെ അനുഗ്രഹം പ്രാപിക്കും.
യഹോവയുടെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും, ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നുവെങ്കിൽ, അവൻ അതിനെ സമുദ്രങ്ങളുടെ മേൽ ഉറപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന വാതിലുകളും എനിക്ക് വേണ്ടി തുറക്കുവാനായിട്ട് അവന് സാധിക്കും. അതുകൊണ്ട് അവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നു, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഞാനാവുന്ന ഈ മന്ദിരത്തിൽ, നിങ്ങളാവുന്ന ഈ മന്ദിരത്തിൽ ഈ നിയമപ്പെട്ടകം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെയും നിങ്ങളുടെയും മുന്നിൽ വരുന്ന പ്രതിസന്ധികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ വാതിലുകളെ നോക്കിക്കൊണ്ട് എനിക്കും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. അത് എന്തിനാണ്? എന്റെ ജീവിതത്തിൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ മഹത്വത്തിന്റെ രാജാവിന്റെ പ്രവൃത്തികൾ കാണുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തെ അങ്ങ് സ്തുതിക്കുന്നു. ഭൂതലവും അതിലുള്ള എല്ലാം അങ്ങയുടെ സൃഷ്ടിയാകുന്നു. അതിൽ ഒരു സൃഷ്ടിയാവുന്ന എന്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങ് അറിയുന്നല്ലോ അപ്പ. ഇനി ഞാൻ കേൾക്കാൻ പോകുന്ന വചനത്തെ ഞാനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കുറവുകളെ, എന്റെ സങ്കടങ്ങളെ മാറ്റുന്ന ജീവന്റെ അപ്പമായി ആ വചനങ്ങളെ എനിക്ക് നൽകി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ മുന്നിൽ അടഞ്ഞ വാതിലുകളുടെ മുന്നിൽ നിന്ന് വളരെ ശക്തിയോടെ, സാമർത്ഥ്യത്തോടെ ഞാനും പറയുവാനായിട്ട് ഇടയാകട്ടെ അപ്പ. കാരണം എന്റെയും ജീവിതത്തിൽ ഈ നിയമത്തിന്റെ പെട്ടകമുണ്ട്. ഈ നിയമത്തിന്റെ പെട്ടകം ഇതുവരെയായിട്ടും സ്വീകരിക്കാതിരിക്കുന്നവരോട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഹത്വത്തിന്റെ രാജാവിന്റെ പ്രവർത്തികൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ജീവന്റെ പെട്ടകം, ആ നിയമത്തിന്റെ പെട്ടകം നിങ്ങളും വഹിച്ചുകൊള്ളുക. ദൈവം നൽകുന്ന വചനത്തായി ഒന്നുകൂടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം നൽകി തന്നുകൊണ്ട് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടന്നു വന്ന ഓരോ ഹൃദയങ്ങളെ, ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഓരോ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് വേണ്ട വചനം ഇന്ന് അങ്ങയുടെ ദാസനിലൂടെ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും പ്രത്യാശ ദീപത്തെ ഭവനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ പിതാവേ. ഇതിൽ തന്നെ നമുക്ക് ഒരു പാട്ട് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം.